നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി മുരളീധരന്റെ ട്രാൻസ്ഫറുമായുള്ള വിവാദപ്പെട്ട വിഷയങ്ങൾ അനാവശ്യമായിരുന്നുവെന്ന വിലയിരുത്തലുമായി ഹിന്ദു ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ രംഗത്ത്. ജസ്റ്റിസ് മുരളീധരനെ അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങി സുപ്രീം കോടതി കൊളീജിയമാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ പോലും ബാധിക്കുന്നുവെന്നും ചിലർ നിരീക്ഷണം നടത്തുന്നു. ജസ്റ്റിസ് മുരളീധരനോട് സുപ്രീം കോടതി കൊളീജിയം മുൻകൂട്ടി തന്നെ അനുമതി തേടിയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെയാണ് ഇത്തരമൊരു ട്രാൻസ്ഫർ നടന്നതെന്നുമാണ് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉന്നതതലത്തിലുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഒരാളെ തന്റെ പേരന്റ് കോടതി എന്ന് പറയാവുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആക്കിയാൽ മാത്രമേ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പ്രമോഷനോടുകൂടി കടന്നു വരാനാകൂ എന്നതാണ് ജസ്റ്റിസ് മുരളീധരന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നാണ് സൂചന. ഇത് ജസ്റ്റിസ് മുരളീധരന് ഉണ്ടായേക്കാവുന്ന ഒരു സ്ഥാനക്കയറ്റമാണ് സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റം. ജസ്റ്റിസ് മുരളീധരന്റെ പേരന്റ് കോർട്ടാണ് ദില്ലി ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ദില്ലി ഹൈക്കോടതിയിൽ തന്റെ പേരന്റ് കോടതിയിൽ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചുകൂടാ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി സ്ഥാനക്കയറ്റം നൽകി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 2020 പ്രദീപ് നന്ദ്രജോഗും ഗീതാ മിത്തലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ പദവിയിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ദില്ലി ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഈ ട്രാൻസ്ഫറിനെയൊക്കെ അപലപിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയുണ്ടായി. പ്രതിഷേധ സൂചകമായി വക്കീലന്മാരോട് വ്യാഴാഴ്ച കോടതിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും അസോസിയേഷൻ മീറ്റിംഗിൽ ആവശ്യപ്പെടുകയുണ്ടായി. ദില്ലി ഹൈക്കോടതി ജഡ്ജിയായി 2006 സ്ഥാനമേറ്റ ജസ്റ്റിസ് മുരളീധരൻ നിരവധിയായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ പലതും വൻ വിവാദങ്ങൾ തന്നെയായിരുന്നു. കൊറേഗോ ഭീമ കേസിൽ ഉൾപ്പെട്ട ആക്ടിവിസ്റ്റ് ഗൗതം നഖ്വായുടെ ട്രാൻസിറ്റ് റിമാൻഡ് അസാധുവാക്കിയതും 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ രാഷ്ട്രീയ നേതാവ് സഞ്ജൻ കുമാറിനെ ശിക്ഷിച്ചതുമെല്ലാം അവയിൽ ചിലത് മാത്രം. 2009 സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമല്ലാതാക്കിയ തീരുമാനം ഏറെ വിവാദമായിരുന്നു. അഭിഭാഷകർ സാധാരണയായി ഉപയോഗിക്കുന്ന യുവർ ലോർഡ്ഷിപ്പ് എന്ന പദപ്രയോഗം ജസ്റ്റിസ് മുരളീധരന് തീരെ ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന് സർ എന്ന വിളിപ്പേര് മാത്രം മതിയെന്ന് വക്കീലന്മാരെ ഉപദേശിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, കേസിന്റെ കോസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ യുവർ ലോർഡ്ഷിപ്പ് എന്ന പ്രയോഗം ഒരിടത്തും ഉണ്ടാവരുത് എന്ന് ശക്തമായി നിഷ്കർഷിക്കുന്ന ശീലവും ജസ്റ്റിസ് മുരളീധരന് ഉണ്ടായിരുന്നു. ശക്തനായ നട്ടലുള്ള ഒരു ഇരട്ടച്ചക്കൻ ന്യായാധിപനായിരുന്നു ജസ്റ്റിസ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ കത്തിയാളുന്നതിലും ചില അടിസ്ഥാനങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവുമൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ദില്ലി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുരളീധർ നടത്തിയ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ്. BJP നേതാക്കൾക്കെതിരെ കേസെടുക്കണം എന്നുവരെ പറഞ്ഞു വെച്ചു ജസ്റ്റിസ് മുരളീധർ. ദില്ലി കലാപം ആളിക്കത്തിയപ്പോൾ ദില്ലി പോലീസ് നിഷ്ക്രിയമായിരുന്നുവെന്നും പോലീസിന്റെ ഇടപെടലിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് മുരളീധർ പറഞ്ഞതാണ് ഏറെ വാർത്താ പ്രാധാന്യം നേടിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ ഈ ട്രാൻസ്ഫർ ഉത്തരവ് ഏറെ വിവാദമാവുകയായിരുന്നു. എന്നാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അങ്ങനെയല്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഫെബ്രുവരി 12 തന്നെ സുപ്രീം കോടതി കൊളീജിയം കൂടി ജസ്റ്റിസ് മുരളീധരന്റെ സ്ഥാനമാറ്റം സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു. ആ ഓർഡർ നിലനിൽക്കുന്നു. ജസ്റ്റിസ് മുരളീധരനും ജസ്റ്റിസ് ലോയയുടെ അനുഭവം വരുമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കെ വിമർശനമുയരുന്നത്. പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ സർക്കാരിന് ആഞ്ഞടിക്കാൻ കിട്ടിയ വടിയായി ഇതിനെ ഉപയോഗിക്കുന്നു. എന്നാൽ ദേശീയ മാധ്യമങ്ങളും മാധ്യമ വിദഗ്ധരും ഉറപ്പിച്ചു പറയുന്നത് ഫെബ്രുവരി 12 മുൻകൂട്ടിയെടുത്ത ഒരു തീരുമാനമായിരുന്നു സുപ്രീം കോടതി കൊളീജിയത്തിന്റെ. ആ തീരുമാനത്തിന് കേന്ദ്ര സർക്കാരുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് സംബന്ധിച്ച രേഖകൾ തന്നെ ഇതിന് തെളിവാണ്. ഇത്തരം കൃത്യമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു സ്ഥലം മാറ്റത്തെ രാഷ്ട്രീയമായി വളച്ചൊടിക്കുകയും അത് വൻ വിവാദമാക്കിയതും തീർച്ചയായും ശരിയല്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. 34ഓളം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി വീടുകളും കടകളും വാണിജ്യ സ്ഥാപനങ്ങളും കൊള്ളയടിക്കപ്പെടുകയും ചെയ്ത ദില്ലി കലാപവും
തുടർന്ന് ജസ്റ്റിസ് മുരളീധരന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദവും രണ്ടും കോർത്തിണക്കി സാമൂഹ്യ മാധ്യമങ്ങൾ കത്തിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.